അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിന്റെ ഭാഗമാകരുതെന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. അമേരിക്കയുമായി സഹകരിക്കുന്നവരെ ശത്രുപക്ഷത്തുള്ളവരായി കണക്കാക്കും. സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അമേരിക്ക നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇറാന്റെ ഈ ഭീഷണി. ഇറാൻ, ദുബായ്, UAE വ്യാപാര ബന്ധങ്ങൾക്ക് തിരിച്ചടിയാകുന്ന വിധമുള്ള പ്രഖ്യാപനങ്ങൾ അമേരിക്ക നടത്തുമെന്നാണ് സൂചനകൾ. الان چند ماه محاصره دریایی هستیم ولی ما نفتمون رو فروختیم. ما در همین یک ماه دو ماه گذشته 70 میلیون بشکه نفت در اون 2-3 روزی که സൈനിക നടപടികൾക്ക് പുറമെ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക. അത് എന്തൊക്കെ തരത്തിലുള്ള നിബന്ധനകളാകും എന്ന് നാളെയാണ് അറിയാൻ കഴിയുക. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇത് സംബന്ധിച്ച നിബന്ധനകൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇരട്ട പ്രഹരം എന്നാണ് അമേരിക്ക തന്നെ ഉപയോഗിച്ച വാക്ക്. അതായത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ഇറാനെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന പ്രഖ്യാപനങ്ങളാകും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് എന്താകും എന്ന ആശങ്ക മറ്റ് രാജ്യങ്ങൾക്കും ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. മോഹ്സിൻ റസായിയുടെ പ്രതികരണത്തിൽ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം അമേരിക്ക കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇറാന് മേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നതിനൊപ്പം തന്നെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകിയിരുന്നു. അതായത് ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് ലൈൻ നൽകുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ അത് ഒഴിവാക്കണം. അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നാണ് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ്. ഇതിനോടാണ് ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വളരെ നിർണായകവുമാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ്റെ അയൽ രാജ്യങ്ങൾ, അവർ അമേരിക്ക അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിച്ചാൽ അവരെ ശത്രുപക്ഷത്ത് കാണും. വലിയ തോതിൽ ഉള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെയും ഉണ്ടാകും എന്ന മുന്നറിയിപ്പും സൂചനയുമാണ് മോഹ്സിൻ റസായിയുടെ വാക്കുകളിൽ ഉള്ളത്. എന്തായാലും ഈ പുതിയ പശ്ചാത്തലം പശ്ചിമേഷ്യയിൽ ആശങ്ക കൂടുതൽ രൂക്ഷമാക്കുന്നു. കാരണം അമേരിക്ക നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ, അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാകും എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. കാരണം അത് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതാകും. UAE, ദുബായ് എന്നിവിടങ്ങളുമായി ഇറാൻ ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്. അവരുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധത്തിലടക്കം UAEയുമായും ദുബായുമായുമുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാകുമോ അമേരിക്ക നടത്തുന്നത് എന്നതിൽ ഇറാനും ഉത്കണ്ഠയുണ്ട്. അതും മോഹ്സിൻ റസായിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. കാരണം ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ ഉള്ളത്. അവിടുത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം വലിയ തോതിൽ ദുസ്സഹമാണ്. വാർഷിക പണപ്പെരുപ്പം ഏതാണ്ട് 66% മുകളിൽ എന്നാണ് ഏറ്റവും പുതിയ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപകടകരമായ പുതിയ തലത്തിലേക്ക് ഇറാൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുന്നു എന്ന് ആഗോള രംഗത്തെ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ആ പശ്ചാത്തലത്തിലാണ് സൈനിക നടപടികൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിച്ചുകൊണ്ട് നിലവിലെ നാവിക ഉപരോധത്തിനൊപ്പം കൂടുതൽ സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്ക് അമേരിക്ക കടക്കുന്നത്. എന്തായാലും ഇറാൻ ആശ്രയിക്കുന്ന രണ്ടിടങ്ങൾ UAEയും ദുബായിയാണ്. ദുബായിയുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. കാരണം ഇറാൻ്റെ വിദേശ നാണയത്തിൻ്റെ 80% എത്തുന്നത് ആ വഴിയാണ്. ഇറക്കുമതിയുടെ 1/3 ഭാഗവും ആ റൂട്ടിലാണ്. പണമിടപാട് ഉൾപ്പെടെ ഇടനില സ്ഥാപനങ്ങൾക്കുള്ള എന്തെങ്കിലും തരത്തിൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചാൽ അത് ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടിയാകും. നിലവിൽ അമേരിക്ക നടപ്പാക്കുന്ന നാവിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളെ ഇറാൻ മറികടക്കുന്നത് ദുബായിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ UAE നേരത്തെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതായത് ഇറാനുമായുള്ള വാണിജ്യ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേങ്കിലും കാര്യങ്ങൾ ഒരു പരിധിവരെ സങ്കീർണമാകാതെ പോകുന്നത് UAEയുമായുള്ള സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. എന്തായാലും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഇറാൻ്റെ വാതിൽ എന്നാണ് ദുബായിയെ വിദഗ്ധരടക്കം വിശേഷിപ്പിക്കുന്നത്. ദുബായിയുമായുള്ള ഇറാൻ്റെ വാണിജ്യ വ്യാപാര ബന്ധം, ആ ബന്ധം ഇപ്പോഴും സജീവമാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിധത്തിലായിരിക്കുമോ അമേരിക്ക നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ എന്നതും ഉറ്റുനോക്കുകയാണ്. കാരണം ദുബായുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധത്തിന് ഹോർമുസിലെ ഉപരോധം ബാധകമാകുന്നില്ല. ഹോർമുസിൽ എത്തുന്നതിന് മുൻപാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള
അതിർത്തിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൂരവും അതായത് ഹോർമൂസ് കടക്കേണ്ട ആവശ്യമില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്ക് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ദുബായിൽ നിന്ന് ഇറാനിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകളിലടക്കം പരിശോധനകൾ കർശനമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാകുമോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. കാരണം വലിയ തോതിൽ പണവും സ്വർണവുമൊക്കെ ആകാശമാർഗം ദുബായിൽ നിന്ന് ഇറാനിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ നേരത്തെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം കടുത്ത നിബന്ധനകളിലേക്ക് അമേരിക്ക കടക്കുമോ എന്നതാണ് ഏറെ നിർണായകം. അങ്ങനെ അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനോട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സഹകരണം എങ്ങനെയായിരിക്കും എന്നും ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയുടെ പ്രതികരണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക യുദ്ധത്തിൽ അതിൻ്റെ ഭാഗമാകുന്നവരെ, അതിനെ സഹായിക്കുന്നവരെ ശത്രുപക്ഷത്ത് കണക്കാക്കും, അവരെ ശത്രുവായി കണക്കാക്കിക്കൊണ്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും നാളെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ കൂടുതൽ നിബന്ധനകൾ അമേരിക്ക പ്രഖ്യാപിക്കും. അങ്ങനെയെങ്കിൽ അത് ഇറാനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും. നിലവിലെ അവരുടെ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമായി ബാധിക്കുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് വായിച്ചെടുക്കണം. മറ്റൊന്ന്, അങ്ങനെ ഉണ്ടായാൽ അതിനോട് കടുത്ത ഭാഷയിൽ തന്നെയായിരിക്കും ഇറാൻ്റെ പ്രതികരണം. എന്തായാലും പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.